മദ്യം വിൽക്കുന്ന സർക്കാർ ക്രിമിനലുകൾക്ക് വഴിയൊരുക്കുന്നുവെന്ന് ആഞ്ഞടിച്ച് മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചിട്ടും നടപടിയെടുക്കേണ്ടവർ നിസ്സംഗത കാട്ടുകയാണെന്നും പ്രധാന വരുമാനം മദ്യത്തിൽ നിന്നായതിനാൽ മദ്യോപയോഗത്തെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും വിമർശനമുയർത്തി. പമ്പാ തീരത്ത് ആരംഭിച്ച 130ാമത് മാരമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ മാർത്തോമ മെത്രാപ്പോലിത്ത. വിവിധ സഭകളിലെ അഭിവന്യ പിതാക്കന്മാരും രാഷ്ട്രീയ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മദ്യം വിറ്റ് പണമുണ്ടാക്കുന്ന സംസ്ഥാന സർക്കാർ നാട്ടിൽ ക്രിമിനലുകൾക്ക് വഴിയൊരുക്കുകയാണെന്നും ലഹരി ഉപയോഗത്തിന് ദോഷവശങ്ങൾ കൺമുൻപിൽ നിൽക്കുമ്പോഴും പാലക്കാട് ബ്രൂവറി തുടങ്ങാനാണ് സർക്കാർ നീക്കമെന്നും ഇപ്പോൾ തന്നെ മദ്യത്തിൽ മുങ്ങിയ ഈ നാടിനെ സർവനാശത്തിലേക്ക് നയിക്കുമെന്ന് ആശങ്കപ്പെടുന്നതായും മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത പറഞ്ഞു. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചിട്ടും നടപടിയെടുക്കേണ്ടവർ നിസ്സംഗത കാട്ടുകയാണ്. പ്രധാന വരുമാനം മദ്യത്തിൽ നിന്നായതിനാൽ മദ്യോപയോഗത്തെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും മെത്രാപ്പൊലീത്ത വിമർശിച്ചു. നവീൻ ബാബു എന്ന ഉന്നത ഉദ്യോഗസ്ഥന്റെ വേർപാട് കേരള സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന അപജയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. വരുതിക്ക് നിൽക്കാത്തവരെ കുരുതി കൊടുക്കുന്ന കാലഘട്ടമാണിത്. പത്തനംതിട്ടയിൽ വിവാഹ പാർട്ടിക്ക് നേരെ നടന്നതുപോലെയുള്ള പോലീസ് നരനായാട്ട് പ്രോത്സാഹിപ്പിക്കാനാകില്ലെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. അതേസമയം കേരളം വിവാദങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി മാറിയിരിക്കുകയാണെന്നും മെത്രാപ്പൊലീത്ത അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിവാദങ്ങൾക്ക് അര ദിവസത്തെ ആയുസ് പോലുമില്ല. അടുത്ത ദിവസം പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇല്ലാ കഥകൾ തോന്നുംപടി പ്രചരിപ്പിക്കാൻ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന സാമൂഹിക മാധ്യമ ഇടങ്ങൾ സത്യത്തിൻ്റെ കുരുതിക്കളമായി മാറുകയാണെന്നും ആരോപിച്ചു. അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും കാലഘട്ടത്തിൽ മുങ്ങിപ്പോകാമായിരുന്ന ഒരു സമൂഹത്തെ ദൈവവചനത്തിൻ്റെ ശക്തിയിൽ തിരികെ കൊണ്ടുവന്ന പാരമ്പര്യമാണ് മാരാമൺ കൺവെൻഷനിലുള്ളതെന്നും വിശദമാക്കി. പമ്പാ തീരത്ത് ആരംഭിച്ച 130ാമത് മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ മാർത്തോമ മെത്രാപ്പൊലീത്ത. അന്ധവിശ്വാസങ്ങളിലും ആചാരങ്ങളിലും മുങ്ങിപ്പോകാമായിരുന്ന ഒരു ജനസമൂഹത്തെ ദൈവവചനത്തിൻ്റെ തണൽ ചുവട്ടിൽ ഒരുമിച്ച് ഇരുത്തിയപ്പോൾ ഉണ്ടായ വലിയൊരു പരിവർത്തനത്തിൻ്റെ അത്ഭുത കഥയാണ് മാരാമൺ കൺവെൻഷൻ ഇന്ന് ലോകത്തോട് പറയുന്നത്. ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവം മനുഷ്യനായി ഒരുക്കിയ വലിയ സാധ്യതകളാണ് പുതുകാലത്തിൻ്റെ പ്രതീക്ഷകൾ. ഡിജിറ്റൽ യുഗ നവസാധ്യതകൾ മാത്രമല്ല, വലിയ വെല്ലുവിളിയും ഒരുക്കുന്നു. ഈ വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള കരുത്താണ് വിശ്വാസ ജീവിതത്തിലൂടെ നാം ഓരോരുത്തരും നേടേണ്ടത്. കാലമൊരുക്കുന്ന സാധ്യതകളുടെ സമൃദ്ധിയിൽ മൂല്യങ്ങൾ നഷ്ടമാകുന്ന മനുഷ്യനെ ലോകമെങ്ങും ഇന്ന് ദർശിക്കുന്നു. അത് വളരുന്ന കുറ്റകൃത്യങ്ങളായും യുദ്ധങ്ങളായും വംശീയ കലാപങ്ങളായും നിലയ്ക്കാത്ത പ്രകൃതി ദുരന്തങ്ങളായും കൂട്ടപലായനങ്ങളായും ലോകത്ത് ദൃശ്യമാകുന്നു. ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നതാണ് മാറിവരുന്ന സാമൂഹ്യ അന്തരീക്ഷം. പുതുവർഷം പിറന്നത് 14കാരൻ ഒരാളെ കൊന്ന വാർത്തയുമായിട്ടാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും ക്രിമിനൽ കേസുകളിലും പോസ്കോ കേസുകളിലും പ്രതികളാകുന്നു. സൈബർ കുറ്റകൃത്യങ്ങളും വെർച്വൽ തട്ടിപ്പുകളും വളരുന്നു. ഇത് നിസ്സാരമായി നാം കണ്ടുകൂടാ. മാരക ലഹരി വസ്തുക്കളുടെ ഉപഭോഗം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ വളർന്നു വരുന്നു. കുഞ്ഞു മനസ്സുകളിൽ ക്രിമിനൽ ചിന്ത ഉണർത്തുന്നതിൽ ലഹരി ഉപയോഗം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആരാണ് ഉത്തരവാദി? സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി ഉപഭോഗം വർദ്ധിച്ചിട്ടും നടപടിയെടുക്കാത്തവർ നിസ്സംഗത കാട്ടുന്നു. കഴിഞ്ഞ പൊതു സംവത്സരത്തിൽ കേരളം കുടിച്ചു തീർത്തത് അനേക കോടികളുടെ മദ്യമാണ്. സർക്കാരിൻ്റെ പ്രധാന വരുമാനം മദ്യവിൽപ്പനയിൽ നിന്നായതിനാൽ മദ്യ ഉപഭോഗത്തെ സർക്കാരും ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? മലയാളിയുടെ മാനസികാരോഗ്യം തകർക്കുന്നതിൽ മദ്യവും മയക്കുമരുന്നുകളും വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പാലക്കാട്ടെ ബ്രൂവറി തുറക്കാനായി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ഇപ്പോൾ തന്നെ മദ്യത്തിൽ മുങ്ങിയ ഈ നാടിനെ സർവനാശത്തിലേക്ക് നയിക്കുമോ എന്നതാണ് നമ്മളുടെ ഉത്കണ്ഠ. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ പീലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലോകസഭാ കൗൺസിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജെറി പിള്ളെ മുഖ്യ സന്ദേശം നൽകി. KCBC പ്രസിഡന്റ് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാവ, തിരുവല്ല അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കുറിലോസ്, പാറശാല രൂപതാധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ യൗസേബിയോസ്, മാർത്തോമ സഭയിലെ ബിഷപ്പുമാർ, മന്ത്രിമാരായ സജി ചെറിയാൻ, വീണ ജോർജ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, MP മാർ, MLA മാർ,
മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ഷെക്കേന ന്യൂസ്, പത്തനംതിട്ട.